ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ജനറൽ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജനറൽ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ആദ്യം ജനറൽ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് PPCക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് സാമ്യമായിട്ടുള്ള അതിനൊരു സാമ്യം പുലർത്തുന്ന ഒന്നാണ് കേട്ടോ. അതായത് ജനറൽ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡക്ഷൻ ഒക്കേഴ്സ് വെൻ എ ഫേം ഓർ എൻ എക്കോണമി, ഒരു ഫേമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയോ ഒരു രാജ്യമോ അലോക്കേറ്റ്സ് റിസോഴ്സസ് എഫിഷ്യൻലി ടു പ്രൊഡ്യൂസ് ടു ഗുഡ്സ്, രണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റിസോഴ്സസ് എല്ലാം, ലാൻഡ്, ലേബർ, എന്റർപ്രണർ എല്ലാം, ക്യാപിറ്റൽ എല്ലാം ഈ രണ്ട് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. അത് മാത്രമല്ല മാക്സിമൈസിങ് ഔട്ട്പുട്ട്, അതായത് മാക്സിമം ഔട്ട്പുട്ട് ആണ് ഈ രണ്ട് ഗുഡിന് വേണ്ടിയിട്ട്, ഈ രണ്ട് ഗുഡിനെ മാക്സിമം ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗിവൺ ലിമിറ്റഡ് റിസോഴ്സസ്, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ആ റിസോഴ്സ് വെച്ചിട്ട്, സച്ച് ആസ് ലേബർ, ക്യാപിറ്റൽ, നേരത്തെ പറഞ്ഞ പോലുള്ള ഈ റിസോഴ്സ് വെച്ചിട്ട് ഈ രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഓക്കെ, ദിസ് കണ്ടീഷൻ റിഫ്ലക്ട്സ് ആൻ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിന്റ്, അതായത് ഒരു ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിന്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ, അതായത് ഞാൻ ഗ്രാഫ് കാണിക്കുമ്പോൾ പറയാം. അതായത് PPF പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഒരു ഓപ്റ്റിമൽ പോയിന്റ് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത്. വെയർ നോ ഫർദർ ഗെയിൻസ് ഇൻ പ്രൊഡക്ഷൻ ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് റെഡ്യൂസിങ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ ഗുഡ്. അതായത് മറ്റൊരു രണ്ട് ഗുഡ്സ് ആണല്ലോ, അതിൽ ഒരു ഗുഡ് കോംപ്രമൈസ് ചെയ്യാതെ, PPFന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ്, ഒരു ഗുഡ് കോംപ്രമൈസ് ചെയ്യാതെ മറ്റേ ഗുഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ കമ്പോണൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC അല്ലെങ്കിൽ PPF. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഷോസ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ട് ഗുഡ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് എഫിഷ്യൻലി, അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ എല്ലാ കോമ്പിനേഷനുമാണ് ഇത് കാണിക്കുന്നത്, PPF കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഐസോകോണ്ട് കർവ് ആണ്. ഇത് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. റെപ്രസെന്റ്സ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്, അതായത് രണ്ട് ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ, അതായത് ലേബർ, ക്യാപിറ്റലാണ് ഇവിടെ രണ്ട് ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദാറ്റ് ഈൽഡ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഐസോകോണ്ട് കാണിക്കുന്നത് ഇൻപുട്ടിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ഇത് ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. അതാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് ഉള്ളൊരു വ്യത്യാസമാണിത്. അടുത്ത ഓപ്റ്റിമൽ പോയിന്റ് എന്ന് പറയും. അത് അടുത്ത മറ്റൊരു കീ കമ്പോണന്റ് ആണ്. ഓപ്റ്റിമൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ജനറൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ദിസ് ജനറൽ ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് at the point where slope of the isocont, അതായത് ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ ഐസോകോണ്ട് കർവ്, അതിന്റെ സ്ലോപ്പും ഈക്വൽസ് ദ സ്ലോപ്പ് ഓഫ് ദ PPF, ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞ PPFന്റെ സ്ലോപ്പും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന, ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്. അത് രണ്ട് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്, ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, എൻഷുറിംഗ് ദാറ്റ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു റിസോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, ഇപ്പം രണ്ട് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും, അപ്പൊ കൺസ്യൂമർ ഗുഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ, അതായത് ലാൻഡ്, ലേബർ, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതൽ ഉണ്ടാക്കാം. അപ്പൊ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കൂടുതൽ ഉണ്ടാക്കാം, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എൻഷുറിംഗ് ദാറ്റ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാച്ചസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഈ ഓപ്റ്റിമൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഡയഗ്രാം പരിശോധിക്കാം. ഈ ഡയഗ്രാം കാണിക്കുന്നത്, ഇത് ഇലിസ്ട്രേറ്റ് ചെയ്യുന്നത് ദ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ആൻ എക്കോണമി, ഒരു എക്കോണമിയിലെ റിസോഴ്സിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള അലോക്കേഷൻ ആണ്. അതിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാം എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത ഒരു അവസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. വെയർ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആർ ബാലൻസ്ഡ്, അവിടെ പ്രൊഡക്ഷനും എക്സ്ചേഞ്ചും ബാലൻസ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ കീ കമ്പോണൻസ് നോക്കാം. ഞാൻ പറയുന്ന ആക്സസുകൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ പോയിന്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതായത് ആക്സസ് എന്ന് പറഞ്ഞാൽ OXK2 ആൻഡ് OYL2, ഇങ്ങനെ രണ്ട് ആക്സസുകൾ റെപ്രസെന്റ്സ് ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട്സ് ഫോർ ടു ഗുഡ്സ്, അതായത് രണ്ട് ഗുഡ്സിന്റെ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ടുകളാണ് ഈ രണ്ട് ആക്സസുകളും കാണിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് പോസിബിൾ ഗുഡുകൾ? ഗുഡ് എക്സും ഗുഡ് വൈയും. ഓക്കെ, K1 ആൻഡ് L1, ഈ K1 നിങ്ങൾക്ക് കാണാം, L1 കാണാം. അതായത് K1 എന്ന് പറയുന്നത്, K എന്ന് പറയുന്നത് ക്യാപിറ്റൽ, L ലേബർ ആണ്. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ അവൈലബിൾ റിസോഴ്സ് കൺസ്ട്രെയിൻസ്, അതായത് ക്യാപിറ്റലിനും ലേബറിന്റെയും അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും കൺസ്ട്രെയിൻസ് ആണ്. മാക്സിമം അത്രയും ക്യാപിറ്റൽ ലേബറേ ഒരു രാജ്യത്തുള്ളൂ. ഓക്കെ, അതിന്റെ പരിധിയാണ് കാണിക്കുന്നത്. അടുത്തത് ഐസോകോണ്ട് കർവ് കാണാം. അത് ലേബൽ ചെയ്തിരിക്കുന്ന Y1, Y2, Y3, അതായത് Y എന്ന ഗുഡിന്റെ ഐസോകോണ്ട് കർവുകളാണത്. X1, X2, X3 എന്ന് പറയുന്നത് X എന്ന ഗുഡിന്റെ ഐസോകോണ്ട് കർവുകളാണ്. ഓക്കെ, ഈച്ച് ഐസോകോണ്ട് കർവ് ഷോസ്
ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് റിസോഴ്സ് ഇൻപുട്സ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഏത് കോമ്പിനേഷൻ വെച്ചാലും അതിന് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് ഐസോകോറിന്റെ നിർവചനം എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിസോഴ്സ് ഇൻപുട്സ് ഫോർ പ്രൊഡ്യൂസിംഗ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ എ പെർട്ടിക്കുലർ ഗുഡ്. ഫോർ എക്സാമ്പിൾ y1 എന്ന് പറയുന്നത് ഗുഡ് വൈയുടെ, x1 എന്ന് പറയുന്നത് ഗുഡ് എക്സിന്റെ. ഫോർ എക്സാമ്പിൾ y1 ആൻഡ് x1 ഷോ പോസിബിൾ പ്രൊഡക്ഷൻ പോയിന്റ്സ് ഫോർ ഗുഡ് വൈ ആൻഡ് ഗുഡ് എക്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി ഇതിന്റെ ടാൻജൻഷ്യൽ പോയിന്റ്സ്, ഇത് രണ്ടും കൂടെ, ഈ രണ്ട് ഐസോകോറിന്റെ കർവുകളും കൂടെ മുട്ടുന്ന പോയിന്റുകൾ, ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ, അതിൽ നമുക്ക് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ അതിൽ കാണിച്ചിട്ടുണ്ട്. FVWZ ഇങ്ങനെ 4 പോയിന്റുകൾ. ആ 4 പോയിന്റുകളിലാണ്, ആ പോയിന്റുകൾ ശ്രദ്ധിക്കുക, അവിടെയാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്. ദീസ് പോയിന്റ്സ് റെപ്രസെന്റ് കോമ്പിനേഷൻസ് വേർ പ്രൊഡക്ഷൻ ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ ആർ എഫിഷ്യന്റ്. അതായത് ഈ കോമ്പിനേഷൻ കാണിക്കുന്നത് പ്രൊഡക്ഷനും റിസോഴ്സ് അലോക്കേഷനും എഫിഷ്യന്റ് ആയി നിൽക്കുന്നു എന്നാണ് ഈ FVWZ എന്നുള്ള പോയിന്റ് കാണിക്കുന്നത്. ഇനി ഈ 4 പോയിന്റുകൾ W എന്നുള്ള പോയിന്റ് ശ്രദ്ധിക്കുക, അതിനൊരു പ്രത്യേകതയുണ്ട്. ദ സ്ലോപ്സ് ഓഫ് ഐസോകോൻസ് ഫോർ ബോത്ത് ഗുഡ്സ്, അതായത് എക്സിന്റെയും വൈയുടെയും ഐസോകോന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വലായി വരുന്നത് ഇവിടെയാണ്, ഈ W എന്നുള്ള പോയിന്റാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം, നേരത്തെ പറഞ്ഞ സ്ലൈഡുകളിൽ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇതിന്റെ രണ്ടിന്റെ സ്ലോപ്പ് ഈക്വൽ ആവുന്നത് ഈ പോയിന്റ് ആയതുകൊണ്ട് ഈ പോയിന്റ് ആണ് ഇറ്റ് ഇംപ്ലൈസ് എ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇതിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ പോയിന്റ് വിശദീകരണം എന്ന് പറയുന്നത് പോയിന്റ് W ഈസ് പർട്ടിക്കുലർലി സിഗ്നിഫിക്കന്റ് ആസ് ഇറ്റ് പ്രസൻസ് ദ ഓപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ. ഇവിടെയാണ് ഓപ്റ്റിമൽ ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഓപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ, അതായത് ഗുഡ് എക്സ് ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വൈൽ മാക്സിമൈസിങ് പ്രൊഡക്ഷൻ, ഇവിടെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് എൻഷുറിംഗ് ദ ബാലൻസ് ബിറ്റ്വീൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രൊഡക്ഷൻ, ഈ പ്രൊഡക്ഷന്റെയും എക്സ്ചേഞ്ചിന്റെയും ഒരു ബാലൻസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. നോ ബെറ്റർ കോമ്പിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് റെഡ്യൂസിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ ഗുഡ്. അതായത് ഒരു ഗുഡിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കാതെ മറ്റൊരു ഗുഡ് എന്ത് ചെയ്യാൻ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.